ഹലോ ഹായ്. ബിഗ് ബോസ് സീസൺ 7 വീക്കിലി റിവ്യൂലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ലാലേട്ടൻ വന്നിട്ട് മസ്താനിയെ ലക്ഷ്മിയെ റോസ്റ്റ് ചെയ്ത എപ്പിസോഡ് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ജുവൽ, എന്ത് പറയുന്നു ലാലേട്ടൻ എപ്പിസോഡിനെ കുറിച്ച്? എനിക്ക് മനസ്സിലായത് ചരിത്രത്തിൽ ആദ്യമായിട്ട് ബിബി മലയാളം സീസണിൽ ലാലേട്ടൻ ഇത്ര ഫയർ ആയിട്ടുള്ളത്. ലാലേട്ടന്റെ സ്റ്റാൻഡും ക്ലിയർ ആയി, അതുപോലെ തന്നെ വളരെ കൃത്യമായിട്ട് എല്ലാ പോയിന്റ്സും കവർ ചെയ്ത് ലാലേട്ടൻ പ്രേക്ഷകരോട് കൺവേ ചെയ്തിട്ടുണ്ട് എന്താണ് നമ്മൾ എടുക്കേണ്ട നിലപാട് എന്നുള്ളത്. അതാണ് എനിക്ക് തോന്നിയത്. എന്ത് തോന്നുന്നു, ലക്ഷ്മിയോടും മസ്താനിയോടും ആദില നൂറ ഇഷ്യൂല് ലാലേട്ടൻ ബിഹേവ് ചെയ്ത ഒരു രീതി, അല്ലെ ലാലേട്ടൻ ഡിസ്കസ് ചെയ്ത രീതിനെ പറ്റി എന്ത് തോന്നുന്നു? എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് എന്താ വെച്ചാൽ, ഈ സീസണിൽ എനിക്ക് ഈ സീസൺ മാത്രമല്ല എൻ്റെ ബി സീസണിലെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ലാലേട്ടൻ ആ എപ്പിസോഡിൽ നടത്തിയത്. അതായത് ഇപ്പോൾ ചോദിക്കണ്ടേ, ലക്ഷ്മിയോട് ചോദിക്കണ്ടേ, നിങ്ങളുടെ വീട്ടിൽ കയറ്റുമെന്ന് ചോദിക്കുന്ന സമയത്ത് ലക്ഷ്മി ഇല്ല എന്ന് പറയുമ്പോൾ എന്താ കുഴപ്പം, ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമല്ലോ എന്ന് പറയുന്നത് മലയാളത്തിന്റെ ഐഡൽ ആയിട്ടുള്ള ലെജൻഡറി ആയിട്ടുള്ള ഒരു മനുഷ്യൻ മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് പറയുമ്പം അതൊരു ഭയങ്കര സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ഓഡിയൻസിലേക്ക്. അപ്പൊ തലമുറകൾ കാണുന്നതാണല്ലോ എല്ലാ ഏജിലും. അപ്പൊ ലക്ഷ്മിന്റെ വാക്കുകൾ തന്നെ കടമെടുത്ത എന്റെ മകൻ കാണുന്ന ഷോ ആണ് എന്ന് പറയുന്ന സമയത്ത് മനുഷ്യൻ എല്ലാ കാലത്തും ഇങ്ങനെ ഇവോൾവ് ആയിട്ടാണ് മാറിയിട്ടുള്ളത്. അതിപ്പം മതപരമായിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ എന്ത് കാര്യം എടുത്താലും മനുഷ്യൻ ഇവോൾവ് ആയിട്ടാണ് മാറിയിട്ടുള്ളത്. സോ ആ ഒരു ഗംഭീര സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു എനിക്ക് തോന്നുന്നു ഈ ബിഗ് ബോസ് സീസണിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അത് ലാലേട്ടനെ പോലെ ഒരാളത് പറഞ്ഞു എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു എന്താ പറയാ, ഓഡിയൻസിലേക്ക് എത്തുന്ന റീച്ച് കൂടുകയാണ്. അപ്പൊ അതൊരു മാറ്റം ഉണ്ടാക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം എന്താ ചോദിച്ചാൽ ഇപ്പോഴും ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്ത്, ലക്ഷ്മിയുടെ സ്റ്റേറ്റ്മെന്റിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് കോമന്റ്സ് ഞാൻ കാണുന്നുണ്ട്. സോ എനിക്ക് പേഴ്സണലി ലക്ഷ്മിയുടെ ആ ഒരു എന്താ പറയാ, ഒന്നും തെറ്റ് സമ്മതിക്കാത്ത നിലപാടിനോട് എനിക്ക് പേഴ്സണലി തീരെ താല്പര്യമില്ല. പക്ഷെ അത് കമന്റ് ബോക്സിൽ നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ലക്ഷ്മിയുടെ സൈഡാണ് പിടിക്കുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, അതിൽ എനിക്കൊരു ഒബ്ജക്ഷൻ ഉള്ളത് എന്താ വെച്ചാൽ, അപ്പാർട്ട് ഫ്രം ലക്ഷ്മിയുടെ ഈ എന്താ റോങ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ, ആദില നൂറേനെ മാറ്റി നിർത്തുക എന്ന് പറയുന്ന ആ റോങ് സ്റ്റേറ്റ്മെന്റിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവിടെ ലാലേട്ടൻ തിരിച്ചും മറച്ചും തലകുത്തി എന്നൊക്കെ ചോദിച്ചു. ആക്ച്വലി നിങ്ങളുടെ നിലപാട് ശരിയാണോ എന്ന് പറയുന്ന സമയത്ത് ആസ് എ ഗെയിമർ ലക്ഷ്മി എടുത്തിട്ടുള്ള സ്റ്റാൻഡ്, നമ്മൾ ഈ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ കമന്റ് ബോക്സ് എന്ന് ജോലി പറഞ്ഞതിൽ അതിൽ വരുന്ന പോയിന്റ് എന്താ വെച്ചാൽ, ലക്ഷ്മി എടുത്തിട്ടുള്ള സ്റ്റാൻഡിനെയാണ് ആളുകൾ പറയുന്നത്. ആസ് എ ഗെയിമർ അവർ എനിക്ക് അതായത് ഇപ്പം നമ്മൾ തന്നെ മുമ്പൊരു ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്, അവിടെ ഇമോഷൻസിന് പ്രാധാന്യമില്ലാത്ത ഒരു സ്പേസ് ആണ് ആക്ച്വലി ബിഗ് ബോസിന്റെ അകം എന്ന് പറയുന്നത്. അപ്പൊ ലാലേട്ടൻ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ലക്ഷ്മിക്ക് കൺഫ്യൂസ്ഡ് ആവാം, ലക്ഷ്മി പാനിക് ആവാം, നിലപാടുകളിൽ പാനിക് ആവാം. പക്ഷെ ലക്ഷ്മി ഇത് നോർമലൈസ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഞാൻ ഇപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നു, ലക്ഷ്മിയുടെ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ബട്ട് സ്റ്റിൽ എന്താ പറയാ, ഞാൻ അതിൽ ലക്ഷ്മി എന്ന ഗെയിമറെ വെച്ച് നോക്കുന്ന സമയത്ത് ലക്ഷ്മി ആ നിലപാടിൽ ഉറച്ചു നിന്നു എന്നുള്ളത് പോസിറ്റീവായിട്ടാണ് ഞാൻ ഇവിടെ ഇന്ററപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. കാരണം ഞാൻ ചോദിച്ചാൽ ഇപ്പൊ പറഞ്ഞല്ലോ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, അതുൾപ്പെടെയാണ് ലക്ഷ്മി തെറ്റല്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. അവിടെയാണ് പ്രശ്നം വരുന്നത്. നമ്മളൊരു തെറ്റ് ചെയ്തു, അത് തെറ്റാണെന്ന് മറ്റുള്ളവർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നു. അതിനുശേഷം ഇത് തെറ്റാണെന്ന് മനസ്സിലായതിനു ശേഷവും മറ്റൊരാൾക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായി എന്ന് മനസ്സിലായതിനു ശേഷവും ഞാൻ ചെയ്തത് തെറ്റല്ല എന്ന് പറഞ്ഞ് നിലപാടെടുക്കാമെങ്കിൽ ഒരു കൊലപാതകം ചെയ്ത ആൾക്കും അതേ സ്റ്റാൻഡ് എടുത്തൂടെ? അപ്പൊ അയാളെ ശിക്ഷിക്കേണ്ട ആവശ്യം എന്താ? അയാൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു, അതുകൊണ്ട് അയാൾക്ക് ശിക്ഷ വേണ്ട, അല്ലെ അയാളെ സപ്പോർട്ട് ചെയ്യാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിലൊരു ഒബ്ജക്ഷൻ ഉള്ള എന്താണെന്നറിയോ, അപ്പൊ നമ്മൾ ഒരാളൊരു തെറ്റ് ചെയ്തു, അയാള് അന്നത്തെ ദിവസം ഇപ്പം ലാലേട്ടൻ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ദിവസം തന്നെ കറക്റ്റ് ആവണമെന്നില്ല. പോകെ അതായത് ഇവിടെ നോർമലൈസ് ചെയ്യുന്നു എന്നുള്ള ലക്ഷ്മിയുടെ ഒപ്പീനിയന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ആദിലയ്ക്കും നൂറിക്കും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോ വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് അവർക്ക് ഹേർട്ടായി. ആദിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഹേർട്ട് ആയത്, എന്തുകൊണ്ടാണ് ലക്ഷ്മിയുടെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന്. ആ ഹേർട്ടായി ഒരു വ്യക്തിയെ നമ്മൾ ബുദ്ധിമുട്ടിച്ചു, അതിനെങ്കിലും ലക്ഷ്മിക്ക് ഒരു സോറി പറയാമായിരുന്നു. അല്ലെങ്കിൽ ലക്ഷ്മി അവരോട് അപ്പോളജൈസ് ചെയ്യുന്ന പോലെ ഒരു ബോഡി ലാംഗ്വേജിൽ പോലും ഒരു സൈനും കാണിച്ചില്ല. അതാണ് ഞാൻ പറയുന്നത്. അതിന് ഞാൻ നേരത്തെ പറയുന്നു, ലക്ഷ്മി എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞ റോങ് സ്റ്റേറ്റ്മെന്റിന് 100% തള്ളിക്കളിയുന്ന ആളാണ് ഞാൻ. അതൊരു ഭയങ്കര റിഗ്രസീവ് ആയിട്ടുള്ള തോട്ടാണ്, അത് ഭയങ്കര ബോർ തോട്ടാണെന്നുള്ള അഭിപ്രായമുള്ള ആളാണ് ഞാൻ. പക്ഷെ അവിടെയും ഞാൻ പറയുന്നു, ഒരു മനുഷ്യന് തെറ്റ് ചെയ്ത് തെറ്റാണെന്ന് റിയലൈസ് ചെയ്യാൻ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും. മേ ബി ഞാൻ ചിന്തിക്കുന്ന പോയിന്റ് എന്താ വെച്ചാൽ, ഇപ്പോൾ ജോലി പറഞ്ഞു ലക്ഷ്മിക്ക് സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന കമന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോസിറ്റീവ് കമന്റ് എന്ന് പറയുന്നത് ഇതുപോലെ ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ള ആളുകൾ പറയുന്ന കമന്റ് ആണ്. ഞാൻ അതിനെയും തള്ളിക്കളിയാണ്. പക്ഷെ അതിൽ ഒരു വിഭാഗം പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആസ് എ ഗെയിമർ ലക്ഷ്മി അയാളുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നു എന്ന് പറയുന്ന ബിഗ് ബോസ് ഷോ എന്ന് പറയുന്ന രീതിയിൽ അവിടെ ഇമോഷൻസിന് പ്രാധാന്യമില്ലെന്നും അവിടെ ഒരു തീരുമാനം എടുത്ത് അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയണം. അപ്പൊ നമ്മൾ കഴിഞ്ഞ സീസണിലൊക്കെ അകൽമാരുടെ പല സ്റ്റേറ്റ്മെന്റുകളും കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റിനെ ഞാൻ പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട്
ബിഗ് ബോസിലെ ലക്ഷ്മിയുടെ സ്റ്റേറ്റ്മെന്റ് റോങ് ആയിട്ട് തന്നെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മളിപ്പോ ഒരാൾ ഇപ്പൊ ലാലേട്ടൻ വന്ന് പറഞ്ഞതിന്റെ പേരിൽ ലക്ഷ്മി ആളെ തന്നെ മാറി അതിനോട് മാപ്പ് പറയണം നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. പക്ഷെ ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് തെറ്റാണെന്ന് റിയലൈസ് ചെയ്യാനുള്ള ബോധം ലക്ഷ്മിക്ക് ഉണ്ടല്ലോ. അത് പിന്നീട് അതിനു വേണ്ടി മാപ്പ് പറയാലോ. അത് മേ ബി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലോ അയാൾ റിയലൈസ് ചെയ്യുന്നത്. അത്രയും റോങ് ആയിട്ടുള്ള ഒരാളെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്ന് പറയുന്ന റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ശക്തമായി എല്ലാരും നിന്ന് പ്രതിഷേധിച്ചിട്ടും അത് തെറ്റാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധം ലക്ഷ്മിക്ക് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ലക്ഷ്മിക്ക് ഇല്ല എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. അത് ആ പോയിന്റിനെ റോങ് ആയിട്ട് യൂസ് ചെയ്യാനായിരിക്കാം മേ ബി, അല്ലെങ്കിൽ അത് റോങ് ആണെന്ന് പ്രൂവ് ചെയ്യാനായിരിക്കാം. അപ്പം ശോഭ ഇന്നലെ വന്നു, ശോഭ വന്നിട്ട് ലക്ഷ്മിനെ റെയിൻബോ നെയിൽ പോളിഷ് ഇട്ടിട്ട് പ്രൊവോക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇന്ന് റിയാസ് വരുന്ന ഒരു പ്രൊമോ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ബിഗ് ബോസിന്റെ കണ്ടന്റ് ചുറ്റിപ്പറ്റിയിരിക്കുന്നത് ലക്ഷ്മിയിലാണ് ആക്ച്വലി ഇപ്പോൾ ഈ വീക്കിലൊക്കെ. കാരണം ആ എപ്പിസോഡ് ഉണ്ടാക്കിയ TRP റേറ്റിംഗ് എന്ന് പറയുന്നത് വലുതാണ്. ലക്ഷ്മിയുടെ കോൺട്രവേഴ്സി അതിനാണ് പ്രാവശ്യം. അപ്പൊ അതിനെ മാക്സിമം യൂസ് ചെയ്ത് ലക്ഷ്മിനെ കറക്റ്റ് ചെയ്യാനാണ് ബിഗ് ബോസ് ശ്രമിക്കുന്നതെങ്കിൽ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാലോ. തീർച്ചയായും അതുവരെ വെയിറ്റ് ചെയ്യാൻ ഞാനും തയ്യാറാണ്. പക്ഷെ ലക്ഷ്മി ആ പോയിന്റില് അവർക്ക് ഹേർട്ട് ആയതിന് ലക്ഷ്മിയുടെ പേഴ്സണൽ സ്റ്റാൻഡ് അല്ല ഞാൻ പറയുന്നത്, അത് ചിലപ്പം തിരുത്താൻ ഒരുപാട് സമയം എടുക്കും. പക്ഷെ ഹേർട്ട് ആയ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കുകയോ അല്ലെങ്കിൽ അതിന് വേണ്ടി മാപ്പ് പറയുകയോ ചെയ്ത് കണ്ടില്ല, അത് തെറ്റാണ്. യെസ്. അപ്പൊ ലക്ഷ്മിയുടെ പേഴ്സണൽ അഭിപ്രായത്തെ എനിക്കും വിയോജിപ്പുണ്ട്. കാരണം എന്താ വെച്ചാൽ ലക്ഷ്മി എന്ന് പറയുന്ന പ്ലെയർ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. പക്ഷെ ലക്ഷ്മിക്ക് കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് എന്ന് പറയുന്നുണ്ടല്ലോ, സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന അക്സെപ്റ്റൻസിനെ ഞാനത് ഭയങ്കര അപകടകരമായിട്ടാണ് കാണുന്നത്. അതായത് ലക്ഷ്മിയുടെ സ്റ്റേറ്റ്മെന്റിനോട് 100% സപ്പോർട്ട് ചെയ്ത് ലക്ഷ്മിക്ക് വേണ്ടി സംസാരിക്കുന്ന സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളെയും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സമൂഹത്തെയും ഞാൻ ഭയങ്കര നെഗറ്റീവായിട്ടാണ് കാണുന്നത്. അത് ഭയങ്കര മോശമാണ്. ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമ്മളെപ്പോലുള്ള ഒരു സമൂഹത്തിന് അത് ഒട്ടും പോസിറ്റീവ് അല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. നമ്മൾ അടുത്ത കേസിലേക്ക് വരുവാണെങ്കിൽ ലക്ഷ്മി മസ്താനി ഒനീൽ ഇഷ്യൂ, അതിനോടുള്ള ജിഷ്ണുവിന്റെ നിലപാട് എന്താണ്? എനിക്ക് ഈ പറഞ്ഞ പോലെ ഒനീൽ പറഞ്ഞതുപോലെ ലക്ഷ്മി ഭയങ്കര ഇമ്പൾസീവ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ആൺവിരോധിയാണെന്നാണ് ഒനീൽ പറയുന്നത്. പുരുഷ സമൂഹത്തോട് മുഴുവൻ മാപ്പ് പറയണം എന്നുള്ളതാണ്. എനിക്ക് പലപ്പോഴും ലക്ഷ്മിയുടെ ചില പെരുമാറ്റം കാണുന്ന സമയത്ത് അങ്ങനെ ഒരു പുരുഷ വിരോധി എന്നുള്ളത് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ പറയുന്നത് മാത്രമാണ് ശരി, ഇവരെല്ലാവരും സ്ത്രീവിരുദ്ധരാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ സ്ത്രീവിരുദ്ധരാണ് എന്ന് പറഞ്ഞ് നിലപാടെടുക്കുന്ന അതേ ലക്ഷ്മി ഇപ്പുറ സൈഡിൽ വന്നിട്ട് അതിലാനെ നൂറേനും ചീത്ത വിളിക്കുന്നു എന്ന് പറയുന്ന ഒരു കോൺട്രാസ്റ്റ് സ്റ്റൈലുണ്ട്. പക്ഷെ ഒനീൽ വിഷയത്തിൽ ഞാൻ ഉറപ്പായിട്ടും ലക്ഷ്മിനെ സമ്മതിച്ചു. അതാ ഞാൻ പറഞ്ഞത്, നേരത്തെ നമ്മൾ പറഞ്ഞതിൽ ഒരു കോൺട്രാസ്റ്റില് ലക്ഷ്മി ചിലപ്പോൾ സമ്മതിക്കുകയായിരിക്കും, തെറ്റുപറ്റിയ സമ്മതിക്കുകയായിരിക്കും. ഇതിൽ പെട്ടെന്ന് ഇന്റൻസ് ആയിട്ട് അവർ എൻ്റെ ഭാഗത്ത് തെറ്റുപറ്റിയെന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അതിലാനൂറ വിഷയത്തിൽ ചിലപ്പോൾ നാളെ, ഉറപ്പില്ലാട്ടോ, ചിലപ്പോൾ മേ ബി, ഞാൻ അതിനൊരു 5% ചാൻസേ കാണുന്നുള്ളൂ. 95% അവർ തെറ്റ് സമ്മതിക്കാൻ സാധ്യതയില്ല. ഒനീൽ വിഷയത്തിൽ ലക്ഷ്മി തെറ്റുകാരിയാണെന്നും ഞാൻ പറയുന്നത് അതിനെ അങ്ങനെ ലൈറ്റ് ആയിട്ട് വിടേണ്ട ഒരു വിഷയം അല്ലായിരുന്നു എന്നുള്ളതാണ്. ലക്ഷ്മി കുറച്ചുകൂടെ വലിയ ശിക്ഷ കൊടുക്കണമെന്നായിരുന്നു എന്റെ ഒരു ഒപ്പീനിയൻ. കാരണം ഇത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. എത്ര പേര് ഇതിനോട് വിയോജിക്കുന്നത് എനിക്കറിയില്ല, ഈവൻ ജിഷ്ണു വരെ വിയോജിക്കാമായിരിക്കാം. ഒനീൽ മസ്താനി ലക്ഷ്മി കേസിൽ മസ്താനിയോട് കുറച്ചുകൂടി കൺസിഡറേറ്റ് ആവാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം മസ്താനി ഒരു വിക്ടിമാണ്, അല്ലെങ്കിൽ വിക്ടിമിന് തുല്യമാണ്. അവൾക്ക് ഒരു ടച്ച് വന്നപ്പോ അത് ബാഡ് ആണോ ഗുഡ് ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റാതെ ഇത് പ്രോസസ് ചെയ്യാൻ സമയമെടുത്ത ഒരു വ്യക്തിയാണ്. പ്രൈവറ്റ് ആയിട്ട് അത് സംസാരിച്ച് ഡീൽ ചെയ്യണം എന്ന് ആഗ്രഹിച്ച ഒരാളുമാണ്. അപ്പൊ മസ്താനിയുടെ തെറ്റവിടെ സംഭവിച്ചത് മസ്താനി ഇമോഷണൽ ആയിട്ട് പോയി അത് പറയാൻ വേണ്ടി ചൂസ് ചെയ്തത് ലക്ഷ്മിയാണെന്നുള്ളത് മാത്രമാണ്. പക്ഷെ എല്ലാരും മസ്താനിയോട് പെരുമാറിയത്, ഈവൻ റെന എഴുന്നേറ്റ് എന്ന് പറഞ്ഞു അപ്പൊ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന്, അത് നമുക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു വ്യക്തി അതിപ്പോ ഏതൊരു കേരളത്തിലായിക്കോട്ടെ ഇന്ത്യയിലായിക്കോട്ടെ ഏതൊരു കേസ് വന്നാലും ആദ്യം തന്നെ എല്ലാവരും ചോദ്യം ചെയ്തത് വിക്ടിം റിപ്പോർട്ട് ചെയ്യാൻ കുറച്ച് അല്ലെങ്കിൽ കംപ്ലൈന്റ് ചെയ്യാൻ കുറച്ച് സമയം എടുത്താൽ ആദ്യം തന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്തുകൊണ്ട് ആദ്യം പറഞ്ഞില്ല എന്നുള്ളത്. ഒരിക്കലും അങ്ങനെ നമുക്ക് അപ്പൊ തന്നെ റിയാക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. നമ്മളിത് പ്രോസസ് ചെയ്യാൻ, ഇത് റിയലൈസ് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും. അപ്പൊ അതിനോടൊക്കെ വളരെ യോജിച്ചിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് റെനയൊക്കെ അവിടെ പറഞ്ഞത്. അതിനോട് ഞാൻ പേഴ്സണലി ഭയങ്കരമായിട്ട് വിയോജിക്കുന്നു. മസ്താനിയോട് കുറച്ചുകൂടി കൺസിഡറേറ്റ് ആവാമായിരുന്നു ഈ ഒരു കാര്യത്തിൽ മാത്രം. അതിലനൂറ കേസിലല്ല ഞാൻ പറയുന്നത്. അതുപോലെ അപ്പാനി ശരത്തിനോടുള്ള ആ ഒരു ബിഹേവിയറിന്റെ കാര്യത്തിൽ ഇവരെല്ലാം കൊടുത്ത് തിരിച്ചടി നന്നായി എന്ന് തന്നെ ഞാൻ പറയുന്നു. എന്നിരുന്നാലും എന്താണ് നിങ്ങളുടെ പ്രശ്നം, എന്താണ് മസ്താനി എന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യാതെ എന്തായിരുന്നു യഥാർത്ഥ എന്താണെന്ന് ഫീൽ ചെയ്തത് എന്നുള്ള രീതിയിൽ കുറച്ചുകൂടി മയത്തോടെ അത് ഡീൽ ചെയ്യാമെന്ന് തോന്നി. കാരണം ഇത് അഗൈൻ ഒരുപാട് മെസ്സേജസ് കൺവേ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ്. ഞാൻ നേരത്തെ പറഞ്ഞ വിക്ടിംസിന്റെ അവസ്ഥയോട് ചേർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയായി പോയി മസ്താനിയുടെ. ഇപ്പൊ മസ്താനിയുടെ കേസ് പറഞ്ഞത് മസ്താനിയെ വിക്റ്റഡ് ആവാൻ ഞാൻ മനസ്സിലാക്കുന്ന പോയിന്റ് ഈ ഒനീൽ വിഷയവും പ്ലസ് അപ്പാനിയോട് അല്ലെങ്കിൽ അപ്പാനി പോയ സമയത്ത് മസ്താനിയുടെ ഒരു റിയാക്ഷൻ ഉണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല അവിടെ എല്ലാവരോടും നല്ല രീതിയിൽ ഫ്രണ്ട്ഷിപ്പ് പുലർത്തിയ ഒരാളാണ് അപ്പാനി ശരത്.
പോയ സമയത്ത് അപ്പാനോട് വഴക്കുണ്ടാക്കിയിരുന്ന ആൾക്കാരുടെ വരെ കണ്ണു നിറഞ്ഞിട്ടുണ്ട്. സോ അത്രയും അക്സെപ്റ്റഡ് ആയിട്ട് വീടിനുള്ളിൽ നിന്ന ഒരാള് പോയ സമയത്ത് മസ്താനിയ കാണിച്ചു കൂട്ടിയത് ഇവരെ എല്ലാരും ട്രിഗർ ചെയ്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് ആണ് ആര്യനും ജിസയിലും നൂറയും ആദിലയും ഉൾപ്പെടെയുള്ള ടീം ഡാൻസ് കളിച്ചതും സന്തോഷിച്ചതും. എസ്പെഷ്യലി ആര്യൻ വന്ന് ക്യാമറയിൽ പറയുന്നുണ്ടല്ലോ, ദിസ് ഈസ് ഫോർ യു എന്ന് പറയുന്നത് അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ അത്രത്തോളം റൂട്ടഡ് ആണെന്നുള്ളത് കാണിക്കുന്നതാണ്. ബിഗ് ബോസിന്റെ അകത്ത് അടി മാത്രമല്ല, ഇമോഷണലി ആളുകൾ കണക്ട് ആവുന്നു എന്ന് പറയുന്ന ഒരു വലിയ സാധനവും നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ കഴിഞ്ഞ ആഴ്ചത്തെ ഏറ്റവും പ്രവീണിന്റെ എവിക്ഷനെ കുറിച്ച് പ്രവീണിന്റെ കേസിൽ എനിക്ക് ഭയങ്കര വിഷമമായ എന്താന്ന് വെച്ചാൽ, ഫുഡിന്റെ കേസ് പറഞ്ഞപ്പോൾ അടുത്ത ആഴ്ച ഞാൻ അതൊക്കെ എടുത്ത് കഴിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ലാലേട്ടൻ പറയുന്നൊരു പോയിന്റ് ഉണ്ട്. അതായത് പ്രവീൺ നിങ്ങൾക്ക് അതിന് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെ പറഞ്ഞ് എവിക്റ്റ് ആക്കണ്ടായിരുന്നു എന്നുള്ളത് അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി. അതുപോലെ പ്രവീൺ നന്നായിട്ട് ഗെയിം കളിച്ചിരുന്നു, ഉള്ള സമയം ആള് യൂട്ടിലൈസ് ചെയ്ത്. ഒരു റിയാക്ഷൻ ഉണ്ടായിരുന്നു പ്രവീൺ എവിക്റ്റഡ് ആണെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ഒരു സൗണ്ട് വന്നു എല്ലാവരുടെ ഇടയിൽ. കാരണം എന്താ വെച്ചാൽ അത് ഭയങ്കര അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു എവിക്ഷൻ ആയിരുന്നു ആക്ച്വലി. തീർച്ചയായിട്ടും അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് പോലും വിശ്വാസം വന്നില്ല. മസ്താനി വിചാരിച്ച മസ്താനിയാണ് ആദ്യം ഔട്ട് ആവുന്നതെന്ന്. പക്ഷെ പ്രവീൺ പോയി എന്ന് പറഞ്ഞു മസ്താനി പിന്നീട് ഔട്ടായി. പക്ഷെ ഈ ഒരു കാര്യം ലക്ഷ്മിയോട് പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഞാൻ പോകുന്നവരെന്ന് വിചാരിച്ചിരുന്നു, പ്രവീൺ പോയത് എനിക്ക് ഭയങ്കര ഷോക്കായി പോയി എന്ന്. ലക്ഷ്മിക്കും ഷോക്കായി. ഏറ്റവും കൂടുതൽ ആളുകൾ സെലിബ്രേറ്റ് ചെയ്ത എവിക്ഷൻ മസ്താനിയുടെ അതെ, ഈവൻ പുറത്തും മസ്താനി ഇവിടെ കയറിയ സമയം മുതൽ മസ്താനി എല്ലാവരുടെയും പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ട്രിഗർ ചെയ്തുകൊണ്ടിരുന്നത്. അത് ഒരുപാട് പേരെ ചൊടിപ്പിച്ചിട്ടുണ്ട്, ഓഡിയൻസിനെയും അവിടെ ഉള്ളവരെയും. മാത്രമല്ല മസ്താനിയുടെ ഓരോ സ്റ്റേറ്റ്മെന്റ്സ്, അതുപോലെ മസ്താനിയുടെ ബിഹേവിയർ ഒക്കെ ഒരുപാട് പേർക്ക് ട്രിഗറിങ് ആയി ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ആദില നൂറ ഇഷ്യൂന്റെ കാര്യത്തിലും ഒനീലിന്റെ കാര്യത്തിലും മസ്താനി എടുത്ത ആ ഒരു ഇത്, ഞാൻ ഒനീലിന്റെ കാര്യത്തിൽ മസ്താനി എടുത്ത സ്റ്റാൻഡ് എന്ന് പറയുന്നത് ലക്ഷ്മിയോട് പറയാൻ കാണിച്ച ആ ഒരു മണ്ടത്തരം, അതൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതെ വന്നതുകൊണ്ടാവാം. ഡെഫിനറ്റ് ആയിട്ടും അപ്പാനി ശരത്തിന്റെ എവിക്ഷന്റെ അന്ന് മസ്താനി അവിടെ കാണിച്ച ഷോ അത് ആൾക്കാർക്ക് തീരെ പിടിച്ചിട്ടില്ല. ഇപ്പൊ ലാസ്റ്റ് വീക്കിലെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോ നമ്മുടെ ആര്യൻ റെന വിഷയമാണ്. അതെ, വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞ പാടെ ആ ഒരു സംഭവം അവിടെ നടന്നു. ഒരുപാട് പേര് റെനയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളിപ്പോ ഒരാള് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ക്ലോസ് ഫ്രണ്ടാന്ന് വിചാരിക്കുക, ആള് നമ്മുടെ കയ്യിൽ കയറി പിടിച്ച സമയത്ത് നമുക്കത് ആ പോയിന്റിൽ അൺകംഫർട്ടബിൾ ആയി തോന്നിയെങ്കിൽ നമുക്കത് പറയാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട്. മാത്രമല്ല അയാള് നമ്മളോട് സോറി പറയേണ്ടതാണ്. കാരണം നമ്മുടെ പേഴ്സണൽ സ്പേസ് ആണ്, വന്ന് എന്താ പറയാ അതിലേക്കാണ് അയാൾ കടന്നു കയറി വന്നത്. ഇവിടെ ആര്യൻ ചെയ്ത കാര്യം ഒരു ബാഡ് ഇന്റൻഷൻ ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. റെനെ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട്, ബാഡ് ഇന്റൻഷൻ ഉണ്ട് എന്ന് പുള്ളിക്കാരി പറഞ്ഞിട്ടില്ല. പക്ഷെ അന്നേരം ആ പോയിന്റിൽ റെനയുടെ അടുത്ത് വന്നത് റെനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് അൺകംഫർട്ടബിൾ ആയി. അത് അങ്ങനെ പറയേണ്ട കാര്യം തന്നെയുണ്ട്, അതവിടെ അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. അങ്ങനെ ആര്യൻ റിയാക്ട് ചെയ്ത രീതിയാണ് അവിടെ ഇത്രയും ഡിസ്കഷൻ കൊണ്ടുവരാൻ കാര്യം. ആര്യൻ അന്നേരം തന്നെ ഓക്കെ, നിന്റെ പേഴ്സണൽ ബൗണ്ടറി ആണ്, ഓക്കെ, ആ ഒരു റിയലൈസേഷൻ ആര്യൻ ഉണ്ടായിട്ട് സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ഈവൻ ഇൻക്ലൂഡിങ് അക്ബർ അവിടെ പറയുന്നുണ്ടായിരുന്നു, എന്താ പിന്നെ അവൾ എന്തുകൊണ്ട് ആദ്യമേ പേഴ്സണൽ ബൗണ്ടറി സെറ്റ് ചെയ്തില്ല എന്ന്. അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. ഈവൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് തമ്മിൽ അങ്ങനെ കയറി നമുക്ക് ഇഷ്ടപ്പെടാത്ത മൂഡിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ഒരു സ്ഥലത്ത് വെച്ച് നമ്മളെ കയറി പിടിക്കുമ്പോൾ നമുക്ക് നോ പറയാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട്, അല്ലേ? എന്ത് തോന്നുന്നു ജിഷ്ണു? ഓഫ് കോഴ്സ് അതെ. അതായത് ഇപ്പൊ ആര്യന്റെ വിഷയത്തിൽ എനിക്ക് തോന്നിയൊരു പോയിന്റ്, ഇപ്പൊ ലക്ഷ്മിനെ സപ്പോർട്ട് ചെയ്ത് കുറെ പേര് സോഷ്യൽ മീഡിയയിൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, സെയിം ആളുകൾ ഈ ബിഗ് ബോസ് എപ്പിസോഡിന്റെ അടിയിലോ അല്ലെങ്കിൽ പല ട്രോളുകളുടെ അടിയിലോ വന്ന് കമന്റ് ചെയ്യുന്നത്, എന്തിനാണ് റെനയ്ക്ക് റെനയുടെ കട്ടിൽ കിടന്ന പോരെ, എന്തിനാണ് റെന ആര്യന്റെ കട്ടിൽ കിടക്കുന്നത്, അല്ലേ? അങ്ങനെ കിടക്കാൻ പാടില്ല. റെന എന്ത് ചെയ്യണം, ആര്യന്റെ കട്ടിൽ കിടക്കാൻ പാടില്ല. റെനയുടെ കട്ടിൽ കിടക്കുക. റെന ആര്യന്റെ കട്ടിൽ കിടന്നാൽ ചിലപ്പോൾ ആര്യൻ കയറി പിടിക്കും, ആര്യൻ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യും. അതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടാ. ഇതാണ് ആളുകളുടെ നിലപാട്. ഇത് വളരെ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പം നമ്മുടെ ഓഡിയൻസ് എടുത്തിരിക്കുന്നത്. റെന എന്ന് പറയുന്ന വ്യക്തിക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. അവളായിരിക്കുന്ന സ്പേസിൽ സേഫ് ആയിട്ടും കംഫർട്ടബിൾ ആയിട്ടും ഇരിക്കുക എന്നുള്ളത്. അതിപ്പം മറ്റൊരാളുടെ സ്പേസിൽ കയറി അറിയാണ്ടിരുന്നെങ്കിൽ പോലും അത് പറയേണ്ട ഒരു കാര്യം അല്ല. മനുഷ്യർക്ക് ട്രോമ പല രീതിയിലല്ലേ മനുഷ്യർക്ക് ട്രോമ ഉണ്ടാകുന്നത്. അവർക്ക് പെട്ടെന്ന് ഒന്നാമത് ഇരുട്ടാണ്, പെട്ടെന്ന് നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരാളെ കാണുന്ന സമയത്ത് അവർ ചിലപ്പോൾ ഞെട്ടും, പേടിക്കും. ആ പ്രായം അതാണ്. അത് ചിലപ്പോൾ അവരെ കാലാകാലങ്ങളോളം അവരെ ഒരു ട്രോമയിലേക്ക് തള്ളിവിടും. ഇതൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ ഒരു വിഷയം റേസ് ചെയ്യുന്ന സമയത്ത് ആരും കാണിക്കുന്ന കോപ്രായം കണ്ടിട്ട് എനിക്ക് തന്നെ ഭയങ്കര, നമ്മൾ എന്താ പറയാ, എനിക്ക് ആര്യനേക്കാൾ എനിക്ക് ദേഷ്യം തോന്നിയ വ്യക്തി ജിസയിലാണ്, അല്ലെ? ജിസയിൽ എന്താണ്, ആര്യനും അക്ബറും ഒക്കെ എന്തെങ്കിലും ചെയ്താൽ അത് കംപ്ലീറ്റ്ലി
ഓക്കെ. മറ്റൊരാൾ ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നം എന്നുള്ള രീതിയിൽ ജിസേൽ അവിടെ റെനയോട് എന്തിനാ നീ അങ്ങനെ പറഞ്ഞത്, എന്തിനാ നീ അൺകംഫർട്ടബിൾ ആവുന്നൊരു ചോദ്യമാണ്. അത് ഭയങ്കര റോങ് ആണ്. ജിസേലിനെ പോലെ ഒരു വ്യക്തി അത് പറയാനേ പാടില്ല. ബിന്നിയുടെ സ്റ്റാൻഡ് അവിടെ വളരെ നല്ല സ്ട്രോങ് ആയിട്ടും ബിന്നിയെ എന്താ പറയുക ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ബിന്നി ഇത് കൈകാര്യം ചെയ്യുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി ഈ ആഴ്ചത്തെ നോമിനേഷൻ വിശേഷങ്ങൾ പറഞ്ഞ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു അല്ലേ? അതെ, 9 പേരാണ് നോമിനേറ്റഡ് ആയിരിക്കുന്നത്. നൂറ, ആദില, നെവിൻ, റെന ഫാത്തിമ, ആര്യൻ, ഷാനവാസ്, ബിന്നി, ഇത്രയും പേരാണ് നമുക്ക് നോമിനേഷൻ ലിസ്റ്റിലുള്ളത്. ഇതില് എന്റെ പേഴ്സണൽ ആഗ്രഹം സാബുമാൻ ഔട്ട് ആവണം എന്നാണ്. കാരണം ലാലേട്ടനോട് കഴിഞ്ഞ എപ്പിസോഡില് പ്രോമിസ് ചെയ്തിരുന്നു ലാലേട്ട എന്റെ കളി ആൾക്കാർ കാണാൻ പോകുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഞാൻ കാണുന്നില്ല. പ്രവീണിന് പകരം സാബുമാൻ പോകുന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ പ്രവീൺ പോയി നിർഭാഗ്യവശാൽ. അപ്പൊ ഈ ആഴ്ചയെങ്കിലും സാബുമാനെ പോലെ വളരെ വീക്കായിട്ടും സേഫ് ആയിട്ടും കളിക്കുന്ന, ഇനാക്റ്റീവ് ആയിട്ട് കളിക്കുന്ന പ്ലേയേഴ്സിനെ ഔട്ട് ആക്കൂ എന്നാണ് പ്രേക്ഷകരോടുള്ള എന്റെ അഭ്യർത്ഥന. എനിക്ക് 2 എവിക്ഷൻ ഉണ്ടെങ്കിൽ ഒരു സർപ്രൈസിങ് എവിക്ഷൻ കൂടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത, ചിലപ്പം നമുക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഗംഭീരമായിട്ട് കളിക്കുന്നു എന്ന് തോന്നുന്ന ഒരാളെ ചിലപ്പോൾ തട്ടിപ്പുറത്ത് കളയാൻ സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞൊരു പോയിന്റ്, ബിഗ് ബോസിന്റെ ഈ ആഴ്ചത്തെ കണ്ടന്റ് ക്രിയേഷൻ മുഴുവൻ ആദില നൂറ, ലക്ഷ്മി, മസ്താനി വിഷയം തന്നെയാണ്. അങ്ങനെ തന്നെ അതിനെ മെല്ലെ ഒരു ട്വിസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ആര്യൻ റന വിഷയത്തിലേക്ക് ട്വിസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു സർപ്രൈസ് എവിക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. സാബുമോൻ തന്നെയാണ് ഞാനും പ്രിഫർ ചെയ്യുന്നതും ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ബിഗ് ബോസ് ഹൗസിന് ചേർന്ന ഒരു മെറ്റീരിയൽ അല്ല, അല്ലെങ്കിൽ ഒരു പ്ലെയർ അല്ല എന്നുള്ളതാണ്. എപ്പോൾ നോക്കിയാലും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ ബിഗ് ബോസിന് ആവശ്യമില്ല. സാബുമോന്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചാൽ മതിയല്ലോ അല്ലേ? സാബുമോന്റെ ഒരു ഫോട്ടോ എടുത്ത് ബിഗ് ബോസിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിലും ഇമ്പാക്ട് ഉണ്ടാവും എനിക്ക് തോന്നുന്നു. സോ ഐ പ്രിഫർ സാബുമോൻ എവിക്റ്റ് ആവും എന്നുള്ളതാണ് തോന്നുന്നത്. ആൻഡ് ആ സർപ്രൈസിങ് എവിക്ഷൻ ആരാന്നുള്ളത് നമുക്ക് കാത്തിരിക്കാനാണ് അല്ലേ? ചിലപ്പോൾ ആര്യൻ, ബിന്നി, റെന ആ ഒരു ട്രയാങ്കിളിനുള്ളിൽ വന്നേക്കാം. എനിക്ക് തോന്നുന്നത് ബിന്നി ഓർ റെന ആവാനാണ് ഒരു തമ്മിൽ ഒരു സാധ്യത കൂടുതലുള്ളത്. സോ അതെന്തായാലും നമുക്ക് വീക്കെൻഡ് സീസണിൽ ലാലേട്ടൻ വരുന്നവരെ കാത്തിരിക്കാം. സോ നെക്സ്റ്റ് വീക്കിൽ ഒരു അനാലിസിസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു സോ മച്ച്.